BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സർക്കാരിന്റെ ജനകീയ പദ്ധതിയായ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതിയിൽ അനുദിനം പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയാണ്. പദ്ധതി ആരംഭിച്ചത് മുതൽ പ്രതിഷേധം കടുപ്പിക്കുകയായിരുന്നു സ്വകാര്യ ബസ് ജീവനക്കാർ. ഇതിനിടെ കഴിഞ്ഞ ദിവസം സൗജന്യ പദ്ധതിയിൽ നിന്നും സർക്കാർ ജീവനക്കാരായ വനിതകളെ ഒഴിവാക്കണമെന്ന ആവശ്യവുമായി UDF ഭരിക്കുന്ന ഒതുക്കുങ്ങൽ പഞ്ചായത്ത് ഭരണസമിതിയും രംഗത്തെത്തിയിരുന്നു. സാമ്പത്തിക ഭദ്രതയുള്ള സ്ത്രീകൾക്കല്ല, ഏറെ പ്രയാസം അനുഭവിക്കുന്നവർക്കാണ് പദ്ധതിയുടെ ഗുണഫലം ലഭിക്കേണ്ടതെന്നും ഭരണസമിതി പദ്ധതിക്കെതിരെയല്ലെന്നുമായിരുന്നു ഇവർ പ്രമേയത്തിൽ പറഞ്ഞത്. സ്ഥിരസമിതി അധ്യക്ഷൻ AK കമറുദ്ദീനായിരുന്നു പ്രമേയം അവതരിപ്പിച്ചത്. എന്നാൽ ഇതിനെതിരെ എതിർപ്പുകളും ഉയർന്നിരുന്നു. LDF അംഗങ്ങളും ഏക SDPI അംഗവും പ്രമേയത്തെ ശക്തമായി എതിർത്തിരുന്നു. അതേസമയം തിരുവനന്തപുരത്ത് സർക്കാരിന്റെ ഈ ജനകീയ പദ്ധതിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ പ്രചാരണ ബോർഡുകൾ സ്ഥാപിച്ചതിന് ഇടതുപക്ഷ സംഘടനയിലുള്ള 7 പേർക്കെതിരെ വകുപ്പുതല നടപടികളും എടുത്തിട്ടുണ്ട്. CITU യൂണിറ്റ് സെക്രട്ടറി സജികുമാർ, ട്രഷറർ രതീഷ്, കണ്ടക്ടർമാരായ ദീപക്, രഘു, അനീത്, JL, മോഹൻരാജ്, മനീഷ്, ഡ്രൈവർ S ബിജു എന്നിവർക്കെതിരെയാണ് വകുപ്പുതല നടപടി ശുപാർശ നൽകിയത്. ടിപ്പോക്കുള്ളിൽ പ്രിയദർശിനി പദ്ധതിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ CITU പ്രവർത്തകരായ ഇവർ ബാനറുകൾ സ്ഥാപിക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ള പരാതിയെ തുടർന്നായിരുന്നു നടപടി. ഇത്തരത്തിൽ നിരവധി പ്രതിസന്ധികളാണ് പ്രിയദർശിനി പദ്ധതി അനുദിനം നേരിടുന്നത്. പദ്ധതി സ്ത്രീകൾക്ക് ഉപകാരപ്രദമാണെങ്കിലും കോടികളുടെ നഷ്ടക്കണക്കുകൾക്കൊപ്പം സർക്കാരിന് തലവേദന ആയിക്കൊണ്ടിരിക്കുകയാണിത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.